ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് പേര് റിവിഷൻ പ്ലാന് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അവർക്കും ഹെൽപ്ഫുള്ളാവുന്നതും പിന്നെ എൻ്റെ ഇനി വരാൻ പോകുന്ന പ്രിപ്പറേഷനിൽ ബ്രില്യൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന കുറച്ച് എക്സാംസും റിവിഷൻസും കാര്യങ്ങളുമാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. സോ ഇതിൽ ഇവരെ സ്ട്രാറ്റജി നിങ്ങൾക്ക് വേണമെങ്കിലും ഫോളോ ചെയ്യാം. കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. സോ ഇതിൽ ഫസ്റ്റ് ഓരോ +1 +2 ചാപ്റ്റേഴ്സിനെ 6 യൂണിറ്റ്സ് ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. സോ അതിൽ ഓരോ ചാപ്റ്റേഴ്സും ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇതാണ് 6 യൂണിറ്റുകൾ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, ഇതാണ് 6 യൂണിറ്റുകൾ. ഇനി ഞാൻ പറഞ്ഞുതരാം ഇതിലെങ്ങനെയെന്ന് വെച്ചാൽ, ഇനി ബ്രില്യൻറ്റിൻ്റെ ടെസ്റ്റ് സീരീസിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും തോന്നുന്നു. അതെനിക്ക് കറക്റ്റ് അറിയില്ല. അതിനെ പറ്റിയിട്ട് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഒന്ന് യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയാൽ മതി. ടെസ്റ്റ് സീരീസ് ലാസ്റ്റ് ഇയർ വേറെ കുട്ടികൾക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. സോ ഇതിൽ ഫസ്റ്റ് ഓരോ റിവിഷൻ ക്ലാസ്സസ് ഉണ്ടാവും. അതായത് റിവിഷൻ ക്ലാസ് തുടങ്ങുന്നത് 3-ാം തീയതി, 4-ാം തീയതി, 5-ാം തീയതിയാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആയിട്ട് ഓരോ ദിവസം ഓരോ സബ്ജക്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. പിന്നെ 7-ാം തീയതി കീം മോഡൽ എക്സാം ആയിരിക്കും. 8-ാം തീയതി ജെയ്മീന്, 9-ാം തീയതി അഡ്വാൻസ് എഴുതേണ്ട പിള്ളേർക്ക് അത്, പിന്നെ അല്ലെങ്കിൽ കീം. ഓക്കെ, ഇങ്ങനെ 7-ാം തീയതി പിന്നെ എക്സാം വരെ. ഇതിൻ്റെ ഇടയിൽ 7-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ 10-ാം തീയതി അങ്ങനെ ട്യൂസ്ഡേ. അതായത് ഇപ്പോൾ നമുക്ക് 9-ാം തീയതി കീമിൻ്റെ എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ വീണ്ടും 10-ാം തീയതി തന്നെ നമുക്ക് ക്ലാസ്സസ് കാര്യങ്ങൾ തുടങ്ങി. 12-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ 13-ാം തീയതി ലീവ്, 14-ാം തീയതി എക്സാം, വീണ്ടും ഒരു ദിവസം ലീവ്, പിന്നെ എക്സാം, പിന്നെ ക്ലാസ്, റിവിഷൻ ക്ലാസ്. ഇങ്ങനെയാണ് പോകുന്നത് പ്ലാന്. സോ അങ്ങനെ 6 യൂണിറ്റ്സ് ഉണ്ട്. അങ്ങനെ 6 യൂണിറ്റ്സ് കഴിയുമ്പോൾ ഡേറ്റ് 16-ാം തീയതി കഴിയും. പിന്നുള്ളത് ഫുൾ മോക്ക് എക്സാമുകളാണ്, 4 എണ്ണമുള്ളത്. സോ നമുക്ക് വേണമെങ്കിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും എക്സാമുകളും ഉണ്ടാവും. അത് ഇതിൻ്റെ ഒപ്പം അറ്റൻഡ് ചെയ്യാം. സോ ഇങ്ങനെയാണ് ബ്രില്യൻറ്റിൻ്റെ സ്റ്റഡി പ്ലാൻ ഉള്ളത്. സോ ഇത് തന്നെയാണ് ഞാനിനി ഫോളോ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ചാപ്റ്റേഴ്സ് എങ്ങനെയെന്ന് എൻ്റെ ചാപ്റ്റേഴ്സ് ഏതുവരെ പഠിച്ചെത്തിയെന്ന് ഞാനിപ്പോൾ പറയാം. സോ ഇങ്ങനെയാണ് ഒരു ബ്രില്യൻറ്റിൻ്റെ ഒരു സ്റ്റഡി പ്ലാന് കാര്യങ്ങൾ. സോ നിങ്ങൾക്കും ഇതേപോലെ ഒരു ടൈം ടേബിളൊക്കെ നോക്കി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് പോവാം. യൂണിറ്റ്സ് ആക്കി തിരിച്ച് ഒരാഴ്ച കൊണ്ട് ഓരോ യൂണിറ്റ്സ് കവർ ചെയ്യുന്ന രീതിയിൽ ഇനി പഠിച്ചു പോവുക. ഓക്കെ, സോ ഇനി ഞാൻ എൻ്റെ കറൻറ്റ് സ്റ്റാറ്റസ് ഞാൻ പറയാം. സോ ഇത് ഞാൻ ഇന്നലെ കീമിൻ്റെ അവരുടെ ഒരു പ്ലാന് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചാണ്, പെട്ടെന്ന് കാണാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട്. സോ ഇതാണ് ഇപ്പോൾ ഇത് ഞാൻ ബ്രില്യൻസിൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാക്കിയതാണ്. ഇതൊന്ന് ചേഞ്ച് ചെയ്യാനെന്ന് കുറേ വിചാരിക്കുന്നു, പക്ഷെ നടന്നിട്ടില്ല. സോ ഇതിൽ നമ്മുടെ മാത്സിൻ്റെ ചാപ്റ്റേഴ്സ് പറയുകയാണെങ്കിൽ അതിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ടുള്ളതുണ്ട്. അതായത് കുറച്ച് ക്വസ്റ്റ്യൻസും 2024, 25 ചിലയിലൊക്കെ 20 വരെയൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്ത ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത്തരം 20ഒക്കെ മാക്സിമം മാത്സിൽ പോയിട്ടുള്ളൂ. ഈ 15ൻ്റെ അടുക്കൊന്നും എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ 15ൻ്റെ അടുത്തുള്ള ചിലപ്പോൾ ചോദ്യങ്ങളൊക്കെ ക്ലാസ്സിൽ അങ്ങനെ സോൾവ് ചെയ്തപ്പോൾ ചിലപ്പോൾ സോൾവ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഓക്കെ, ഇതിലിപ്പോൾ നമുക്ക് പെൻഡിങ് ഉള്ള ടോപ്പിക്ക്, അതായത് ഒരു തവണ റിവിഷനും പിന്നെ ഇനി എന്താ പറയുക, ഒന്ന് കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്ത് ഒന്ന് സെറ്റ് ആവാനുള്ളൊരു ചാപ്റ്റേഴ്സ്, ഒന്ന് സെറ്റ്സ്, റിലേഷൻ, സ്റ്റാറ്റി, പിന്നെ LPP ലീനിയർ പ്രോഗ്രാമിങ്. അതിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഗ്രാഫിൻ്റെ ഒക്കെ ചാപ്റ്ററിലെ പിന്നെ കോംപ്ലക്സ് നമ്പർ ഓക്കെയാണ്, ഞാൻ പഠിച്ചിട്ടുണ്ട്, ഒരു വട്ടം റിവിഷനും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള ഒരു ചാപ്റ്ററാണ് കോംപ്ലക്സ് എനിക്ക്. പിന്നെ ക്വാഡ്രാറ്റിക്, പിന്നെ അങ്ങനത്തെ ചാപ്റ്റേഴ്സ് ഇല്ല. പിന്നെ ഓഫ് കോഴ്സ് ഇതുണ്ട്, കാൽക്കുലസ് ഉണ്ട്. കാൽക്കുലസ് ഫുള്ള് എനിക്കൊന്ന് സെറ്റാവാനുണ്ട്. കാൽക്കുലസ് ഞാൻ 10-ാം തീയതി കഴിഞ്ഞാൽ 10-ാം തീയതി വരെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് തീർത്ത് 10-ാം തീയതി തൊട്ടിട്ട് കാൽക്കുലസ് ഫോളോ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. 10-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 10-ാം തീയതി 20-ാം തീയതി കഴിഞ്ഞാൽ കാൽക്കുലസ് 30-ാം തീയതിക്ക് വരെ കാൽക്കുലസ് മാത്രം പഠിക്കാമെന്ന് വെച്ചിട്ടാണ്. സോ അതിൻ്റെ മുന്നേ ബാക്കിയുള്ള മാത്സിൻ്റെ ചാപ്റ്റേഴ്സ് ഒന്ന് ഇതേപോലെയാണ്. അല്ലാണ്ട് കൂടുതലായിട്ട് ഓരോ ചാപ്റ്ററിന് 5 ഇയർ 6 ഇയർ PYQ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടില്ല. ഒന്ന് 2024, 25 അല്ലെങ്കിൽ 24, 23, ചിലപ്പോൾ 20 വരെയൊക്കെ മാക്സിമം ഒരു ചാപ്റ്ററിൽ. വെക്ടറിലും 3Dയിലും ഒന്നും അങ്ങനെ വെക്ടറിൽ പോയിട്ടുണ്ട്, 3Dയിൽ പോയിട്ടില്ല തോന്നുന്നു. അങ്ങനെയൊക്കെ പോയിട്ടുള്ളൂ. ഇനി യൂണിറ്റ്സ് ആൻഡ് ഫിസിക്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ സോളിഡ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കൈനറ്റിക് തിയറി ഒക്കെ, മോഷൻ വണ്ടി കഴിഞ്ഞിട്ടുണ്ട്. യൂണിറ്റ്സ്, വർക്ക് എനർജി, ലോസ് ഓഫ് മോഷൻ, ഇതൊക്കെ കുറച്ച് ആയി ഞാൻ ചെയ്തിട്ട്. ഇതിൽ ഇലക്ട്രിക് ചാർജസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
ഒപ്റ്റിക്സ് ചെയ്തിട്ടുണ്ട്, ഡ്യുവൽ നേച്ചർ ആറ്റം ന്യൂക്ലിയർ ചെയ്തിട്ടുണ്ട്, സെമി കണ്ടക്ട് ചെയ്തിട്ടില്ല, EMIAC മൂവിങ് ചാർജസ് ചെയ്തിട്ടില്ല, പൊട്ടൻഷ്യൽ ചെയ്തിട്ടുണ്ട്. കെമിസ്ട്രി കേസ് പറയുകയാണെങ്കിൽ കെമിസ്ട്രി നോക്കണ്ട, പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യുക. ബേസിക് കോൺസെപ്റ്റാണ് എനിക്കൊന്ന് പഠിക്കാനുള്ള ചാപ്റ്റർ, അതൊന്ന് പഠിക്കണം. പിന്നെ കോർഡിനേഷൻ ഇന്നലെ പഠിച്ചതാണ്. പിന്നെ ഒന്ന് റീഫ്രഷ് ചെയ്തെടുക്കാണ്ട് കോർഡിനേഷൻ ഇന്നലെ പെട്ടെന്ന് അങ്ങനെ പഠിച്ചു പോയതാണ്. പിന്നെ കെമിസ്ട്രിയിൽ അങ്ങനെ പെൻഡിങ് ഉള്ളത് ഇക്വിലിബ്രിയം, തെർമോഡൈനാമിക്സ്, ഇത് രണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ചാപ്റ്റേഴ്സ് കെമിസ്ട്രീനെ സംബന്ധിച്ച് എനിക്ക്. സോ ഇതെല്ലാം ഈ മന്ത് കൊണ്ട് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം, സെറ്റാകും എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഫിസിക്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഫിസിക്സ് ഇക്വേഷൻസ് പഠിക്കുക വെറുതെ PYQ ചെയ്യാൻ പെട്ടെന്ന് കഴിയും, ഫിസിക്സും കെമിസ്ട്രിയും. അത് കമ്പാരിറ്റീവ്ലി മാത്തമാറ്റിക്സ് വെച്ച് നോക്കുമ്പോൾ എളുപ്പമായതുകൊണ്ട് പെട്ടെന്ന് കഴിയും. സോ അങ്ങനെയാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ ഈ 30-ാം തീയതിക്കുള്ളിൽ എല്ലാതിൻ്റെയും ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ പഠിച്ച് സെറ്റായിട്ട് വേണം ഇതിൻ്റെ മോഡൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് ശരിക്കും ഒരു സ്റ്റഡി സ്ട്രാറ്റജി. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത്ര ഇതിൽ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നൊക്കെ. അതിപ്പോൾ നിങ്ങൾ റിപ്പീറ്ററാണ്, ഞാൻ റിപ്പീറ്ററാണ്. ഞാൻ ഇത്രയും കാലം പഠിച്ചു, പിന്നെ എൻ്റെ 2 കൊല്ലം പോകണമെന്നുള്ളൊരു ചൂട് എനിക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും പഠിക്കണത്. ഓക്കെ, അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഞാൻ റിപ്പീറ്ററാണ്, അപ്പോൾ എനിക്ക് എൻ്റെ 2 കൊല്ലം പോണതിൻ്റെ വിഷമം ഉണ്ടാവുമല്ലോ, അതാണ് മെയിനായിട്ടുള്ള മോട്ടിവേഷൻ എന്ന് തന്നെ പറയുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇനി അങ്ങോട്ടുള്ള സ്റ്റഡി പ്ലാന് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ മോക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്കും ഹെൽപ്ഫുള്ളാണ്. പോർഷൻസ് വൈസ് ഫുൾ മോക്ക് ചെയ്യുന്നതിനാട്ടി നല്ലത് ഇതുപോലെ യൂണിറ്റ്സ് ആയിട്ട് തിരിച്ച് മോക്ക് ചെയ്തിട്ട് അവസാനം ഫുൾ മോക്ക് ചെയ്യണം തന്നെയാണ്. മോക്ക് എക്സാം എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ നോക്കുക, പുറത്തുള്ളവർക്ക് എഴുതാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ലാസ്റ്റ് ഇയർ അങ്ങനെയായിരുന്നു, ഈ ഇയർ എങ്ങനെയെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ അനൗൺസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ഇതാണ് ഇനി അങ്ങോട്ടുള്ള സ്റ്റഡി പ്ലാന് കാര്യങ്ങളൊക്കെ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതിൻ്റെ വ്ളോഗ്സൊക്കെ ഇടാൻ പറ്റുകയാണെങ്കിൽ നോക്കാം, കാരണം അൾട്ടിമേറ്റ് ടൈം കീമാണല്ലോ. വ്ളോഗ്സൊക്കെ ഒരു മോട്ടിവേഷൻ ഇടുന്നതാണ്. ഇപ്പോൾ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. സോ എന്താണെന്ന് വെച്ചാൽ വലിയ മോട്ടിവേഷൻ ഈ 2 വർഷം പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. സോ അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ വ്ളോഗ്സ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. ഇന്ന് ശരിക്കും ഒരു വ്ളോഗ് എടുത്ത് വെച്ചതാണ് ഇന്നലത്തെ സ്റ്റഡി വ്ളോഗ്. ഇന്ന് ഇടണ്ടാഞ്ഞ് എഡിറ്റ് ചെയ്ത് ഇടാൻ നേരം ഫോണിൽ വെച്ചിട്ട് ഇടാഞ്ഞാണ്. സോ അതാണ് ഒരു സ്റ്റഡി ചാലഞ്ചിൻ്റെ ഒരു വീഡിയോ ഇട്ടത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. നിങ്ങൾക്ക് ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ ഞാൻ അറിയിക്കുന്നുണ്ട്. ഓക്കെ.